ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ കൂടുതൽ നോളജുള്ള ആൾക്കാരാണ്, ഭയങ്കര ഒരുപാട് സ്കില്ലുകളുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ബട്ട് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള പല ആൾക്കാരും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ അവരെ ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ കുറേ നോളജുള്ള ആൾക്കാരല്ല. അവർക്കുള്ള നോളജ് വെച്ചിട്ട് മറ്റുള്ളൊരാൾക്ക് ക്ലിയർ ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാതെ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആക്ച്വലി. ഇത് ഞാൻ റിയലൈസ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ എല്ലാ ആൾക്കാരും നോക്കി നോക്ക്, ഹയസ്റ്റ് പേയിങ് സ്കില്ല് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്കില്ലുകൾ അവിടെ വരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരും, AI വരും, അല്ലെങ്കിൽ ഒരുപാട് ടെക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ആവറേജ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആണെന്നുണ്ടെങ്കിലും പഠിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ചധികം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ ഏത് സ്കില്ല് എടുത്തു കഴിഞ്ഞാലും അതിൽ 2-3 കാറ്റഗറീസ് ഉണ്ട്. സോ നമ്മൾ എന്ത് സ്കില്ല് പഠിക്കുന്നുള്ളതിലല്ല, അവിടെ നിന്നുള്ള തോട്ടിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ ചുറ്റുമുള്ള കൂടുതൽ സാലറി വാങ്ങുന്ന ആൾക്കാരുടെ ഡീപ്പായിട്ട് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു റിയലൈസേഷൻ കിട്ടിയത്. സോ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിവ് വന്നിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ തന്നെ നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ മേ ബി ചിലപ്പം അതിൽ ഒരുപാട് നോളജുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ പോലും ചില ഇൻഡിവിജ്വൽ പേഴ്സൺസ് ഉണ്ടാവും, ഇവർ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്നിട്ടൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അത് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ അവിടെ കൂടുതൽ നോളജോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസിനോ അല്ല മാറ്റർ, അവിടെ ഹീ ഈസ് മോർ കേപ്പബിൾ ഓഫ് കൺവേയിങ് തിങ്സ് ഇൻ സിമ്പിൾ വേ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഫോർമേഷൻ ഈസ് വെരി ചീപ്പ് നൗ. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് കിട്ടും. അതിന് നിങ്ങൾ ജസ്റ്റ് എനിത്തിങ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കഴിഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. സോ ഇൻഫർമേഷൻസ് ചീപ്പാവുന്ന സമയത്ത് ഇവിടെ റെയർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലായ കാര്യം ക്ലാരിറ്റിയോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി ഇവിടെ റെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അധികം ആൾക്കാർക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് നോളജ് കൂടിയതിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് ഒരു സ്പെസിഫിക് തിങ്ങിനെ പറ്റിയിട്ട്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു മൈക്കിനെ പറ്റിയിട്ട് ഡീപ്പ് നോളജ് എനിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. സോ ഞാൻ ഇതിനെപ്പറ്റി തീരെ അറിയാത്തൊരാൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അറിയാതെ ഇതിൻ്റെ പല സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ പല സാധനങ്ങളും നമുക്ക് അറിയുന്ന ആൾക്കാർക്കുള്ള ടേംസ് വെച്ചിട്ടായിരിക്കും പറയാം. ചിലപ്പോൾ നിൻ്റെ എന്തെങ്കിലും മൈക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ടേംസ് വെച്ചിട്ടാണ് പറയാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞു പോകും. ബട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇതിന് സീറോ നോളജാണ്. അപ്പോൾ അത് കൂടുതൽ കൺഫ്യൂസിങ് ആക്കാൻ അവിടെ ചാൻസ് ഉള്ളൂ. സോ ഈ ഒരു കൂടുതൽ നോളജിൽ നിന്ന് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെയും കൂടി മനസ്സിലാക്കിയും കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇതിനെക്കൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്കും എന്താക്കാൻ പറ്റാത്തത്, സിമ്പിളായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. സോ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തുകൊണ്ടൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും നമുക്കറിയുന്ന കാര്യങ്ങൾ വാദോരാതെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്കറിയുന്ന എല്ലാ ഇൻഫോർമേഷൻസും കൊണ്ട് ഡംപ് ചെയ്യുന്നതോ അല്ല ആക്ച്വലി സിംപ്ലിഫൈ ചെയ്ത് കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നത്. സോ അപ്പുറത്ത് നിൽക്കുന്ന ആളെ ലെവൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അവൻക്ക് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓർഡറായിട്ട് സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആക്ച്വലി സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ജന്മനാ കിട്ടുന്ന കഴിവാണോ? ഒരിക്കലല്ല. ഏതൊരാൾക്കും അവരുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലാണ്. ഇൻക്ലൂഡിങ് ഞാനും ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സോ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരാൾക്ക് ഇരുത്തിയിട്ട് നിങ്ങൾ ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞ സംഭവം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അവനക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുള്ളതാണ്. ആൻഡ് അവൻ്റെ മുഖത്ത് നോക്കിയാൽ ഇതെന്താണ് ഇങ്ങനൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പുറത്തുള്ള ആൾക്ക് എനിക്ക് നല്ലപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അവരെ നോക്കി മനസ്സിലാക്കി അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് മെല്ലെ നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നൊരു സംഭവം പിക്ക് ചെയ്യുക, അതിനെ പറ്റിയിട്ട് തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് അത് നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് അവർക്കത് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാം, എവിടെയാണ് നിങ്ങളെ വീക്ക് പോയിന്റ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഞാനും ഇത് സ്റ്റിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. ഇത് എക്സാക്ട്ലി ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ടാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ ടെസ്റ്റ് ചെയ്തൊരു കാര്യം, എനിക്കത് ഇങ്ങനെ ആണെന്നുള്ള റിയലൈസേഷൻ വന്നതിനെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്കും ഈ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.